പടച്ചോനിക്ക് ഞമ്മ വെറുതെ നടക്കണ കാര്യം ഇഷ്ടമല്ല. ദേ നിക്കണ്ട ചുമന്ന പശു കൊണ്ടുപോയി ചന്തയിൽ വിറ്റ് കായാക്കണ അരിയാരേന്ന് പടച്ചോൻ. നടന്റെ കാളന്റെ മോളെ ഇങ്ങനെ ഓടിയാ നമ്മളെക്കാളെ മുമ്പ് പശു ചന്തയിൽ ചെല്ലുവല്ല. ഒന്ന് പതുക്കെ പോയെന്റെ പശു. അരിയാരെ അവിടെ നിൽക്കണോ? ആര് പൊറിഞ്ചുവാ? ഞമ്മ പോയിട്ട് വരാം. മണ്ണാങ്കട്ട അവിടെ നിൽക്കാനാ പറഞ്ഞ. ഇന്ന് ഞാൻ എന്തേ എന്താന്നാ ഈ പശുവിനെ താൻ എവിടാ കൊണ്ടുപോണേ? എന്താണ് നോട്ടോണ്ടാ? വില പറഞ്ഞു. മണ്ണാങ്കട്ട താൻ എന്തുട്ട് പൂട്ടണി പറയണത്? ഈ പശുവിന്റെ കഴുത്തിൽ കൈവിടാൻ തന്നോട് ആരാ പറഞ്ഞേ? എവിടെങ്കിലും ഒന്ന് പിടിക്കണ്ടപ്പാ. വേറെ എവിടെ പിടിച്ചാലും അതിന് നോവും. അത് മുണ്ടാപ്രാണിയല്ലേ പൊറിഞ്ചു. മണ്ണാങ്കട്ട പുല്ലാ തിന്നാൻ ഞാൻ അഴിച്ചുവിട്ട പശുവിന്റെ കഴുത്തില് കയറിടാൻ തന്നോട് ആരാ പറഞ്ഞേ? പടച്ചോനെ ഇത് പൊറിഞ്ഞുണ്ടേടാ. അല്ലോ ഞമ്മ അറിഞ്ഞില്ലേട്ടാ. അപ്പൊ ഈ നാട്ടുകാര് പറയണൊക്കെ ശരിയാണല്ലേ? തനിക്ക് ഈ പശുവിനെയും കാറിനെയും കത്തുവെക്കല ജോലി തന്നെ. ഞാൻ നീ ചാടാതെ പൊറിഞ്ഞു. പശു പൊറിഞ്ഞുണ്ടാണെന്ന് പറഞ്ഞപ്പോ ഞമ്മക്ക് മനസ്സിലായി ഇത് ഞമ്മടതല്ലാന്ന്. നിന്നെ ഞമ്മക്ക് വിശ്വാസമുണ്ട്. ഇന്നാ പിടിച്ചോ. ഭയക്ക് തീർന്നല്ല. ഒരു കാച്ചാകാട്ടി ഞാൻ ഈ വളപ്പിക്കള്ളു പോയി പൊറിഞ്ഞു. പശുവും വേറെയുണ്ട്, വളപ്പും വേറെയുണ്ട്. ഓട അല്ല ഒരു അനക്കമുണ്ടല്ല. അല്ല പടച്ചോൻ പിന്നെയും നമ്മളെ സഹായിച്ചല്ല. പോത്തിന്റെ കുഞ്ഞിയാ പശുവിന്റെ കുഞ്ഞിയാ എന്തിന്റെ കുഞ്ഞിയെങ്കിലും ആകട്ടെ. പോരത് കട പോരട്ടെ. പോത്ത് പോകുമ്പോ ഞാൻ ചതിച്ചല്ല റബ്ബേ. നിക്കണേ ഞമ്മക്ക് ആളെന്ന് വിചാരിച്ചല്ലേ കാര്യത്തിൽ ഹലാക്കിന് നീ അവിടെ കയറിയിരുന്നത് നമ്മൾ അറിഞ്ഞാ. നമുക്ക് അവിടെ നിൽക്കാൻ മനുഷ്യനക്ക് ഇനി സൗകര്യമായിട്ട് ഇരുന്നോ.